ഒരു എഞ്ചിനീയർ എന്ന് പറയുന്ന വ്യക്തി ഏത് കാര്യങ്ങളും ഒരു ഡോക്ടറിൻ്റെ കണക്ക് മുന്നേ കൂട്ടി അറിയാൻ വായിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് വരുത്തി അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവിടത്തേക്ക് വേണ്ടുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി ഡിസൈൻഡായി. അത് തന്നെയാണ് നിങ്ങളുടെ GFRGയും. പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള കോഡ്സ് വരെ അവൈലബിൾ ആണ്. പക്ഷേ ആരും ഉപയോഗിക്കുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ല, മെറ്റീരിയൽ യൂസ് ചെയ്ത് നോക്കുന്നില്ല. എന്തിന് ഞാൻ റിസ്ക് എടുക്കണമെന്നാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. സോ എന്ത് മെറ്റീരിയൽ അത് കൺവീനിയൻ്റായിട്ട് ചൂസ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിയാണ് ലോറി ബക്കർ. അവൈലബിൾ മെറ്റീരിയൽ. ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചെങ്കല്ല് കാണത്തില്ല, ചെളിയായിരിക്കും. പുള്ളി ആ ചെളിയും ഫൈബറൂടെ മിക്സ് ചെയ്ത് മൺവീടുണ്ടാകും. പുതിയ മെറ്റീരിയലിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കുട്ടി ഇന്ന് വരെങ്കിലും ഒരു കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയുന്ന ഒരു പ്രോജക്റ്റോ എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ സാറ്? എവിടുന്നേലും കോപ്പി എടുക്കുന്നു, കൊണ്ടുവയ്ക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ കമ്പിയെ വെല്ലാൻ ആളില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു -80 ഉള്ളിടത്തിട്ട് കമ്പി വെച്ച് എനിക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ? അതും ബ്രിട്ടിലാവില്ലേ? അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ ന്യൂവസ്റ്റ് മെറ്റീരിയൽ തപ്പുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിന് മേളിൽ വാർക്കേണ്ട ഒരു കോൺക്രീറ്റ് കമ്പിക്ക് വേണ്ടി നിങ്ങൾ ബലം പിടിക്കുന്നു? അത് പറയാം, കമ്പിയേ പറ്റുള്ളൂ. കമ്പി ഇല്ലെങ്കിൽ അത് തകർന്ന് വീണിരിക്കും. ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നതും BTech MTech ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ പ്രോജക്ട്സുകളുണ്ട്. അവരെ കൊണ്ട് പ്രോജക്ട്സ് എടുക്കൂ, പുതിയതല്ലേ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടും എടുപ്പിക്കും. അവരും പഠിക്കട്ടെ. പുതിയ എഞ്ചിനീയേഴ്സ് അങ്ങനെയല്ലേ ഡെവലപ്പ് ആവേണ്ടത്. അവർ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോഴല്ലേ അവർക്ക് അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ഹലോ, വെൽക്കം അവർ ബിൽഡാറ്റ് പോഡ്കാസ്റ്റ്. ഇവിടെ സാധാരണ നമുക്കുള്ളത് എൻജിനീയേഴ്സ്, ഇന്നോവേറ്റേഴ്സ്, അങ്ങനെ FGCയിൽ ഇന്നോവേറ്റേഴ്സിനെയാണ് നമ്മളിവിടെ ക്ഷണിക്കാറ്. ഇന്നത്തെ നമ്മുടെ അതിഥി റെവല്യൂഷണറി ആയിട്ട് നമ്മുടെ ഫൈബർ ഗ്ലാസ് ഐറ്റംസിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസും മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി പരിചയമുള്ള ഒരു അതുൽ സാറാണ്. വെൽക്കം ടു അതുൽ സാർ. വെൽക്കം. നമസ്കാരം. താങ്ക് യു. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫൈബർ ഗ്ലാസ് പ്രൊഫൈൽസ് ആൻഡ് ഫൈബർ ഗ്ലാസ് റീബാറിനെ കുറിച്ച് ഒരു എന്താണ് നമുക്കതിന് ഇൻട്രഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത് പറയൂ. ഈ ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോക്സി റെസിനകത്ത് ഏത് ഫൈബർ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഗ്ലാസ് ആയതുകൊണ്ട് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ അല്ലെങ്കിൽ ആ റീബാർ. അതിനകത്ത് നമ്മൾ കാർബൺ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാർബൺ ഫൈബറായി, ബസാൾട്ട് ആണെങ്കിൽ ബസാൾട്ട് ഫൈബറായി. അപ്പോൾ ഏത് ആഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഓരോ ഫൈബറും അല്ലെങ്കിൽ ഓരോ റീബാറുകളും ഉണ്ടാകുന്നത്. ഈ റീബാർ എന്ന് പറയുന്നത് എപ്പോക്സി കോട്ടഡ് ആണ്, അല്ലെങ്കിൽ PU കോട്ടഡ് ആയിരിക്കും. അതിന് ഓരോ വെറൈറ്റീസ് ഓഫ് റെസിൻസ് ഉണ്ട്. ആ റെസിൻസ് എന്ന് പറയുമ്പോൾ ഒരു 30 to 45% ജസ്റ്റ് ഒരു കോട്ടിങ്ങോടുകൂടി വരുന്ന, അല്ലെങ്കിൽ അത് മുക്കിയെടുത്ത് കോട്ടിങ്ങോട് വരുന്ന ഒരു ഫൈബർ ഇതാണ്, ഒരു റീബാറാണ്. ഈ റീബാർ എന്തിനു ഉപയോഗിക്കുന്നു